ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റെസിപ്പീസ് ബൈ രേവതിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല രുചികരമായിട്ടുള്ള മുരിഞ്ഞ ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇത് പുറമേ ഇരിക്കുക, ഉള്ളിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫില്ലിങ്ങും കൊടുത്തിട്ടുണ്ട്. ഗോതമ്പ് പൊടിയും അവലും ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ആദ്യം തന്നെ അതിൻ്റെ പുറമേയുള്ള കവറിംഗ് ആണ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കപ്പ് ഗോതമ്പ് പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നെയ്ക്ക് പകരം നിങ്ങൾക്ക് റിഫൈൻഡ് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. നെയ്യാകുമ്പോൾ രുചിയും അതുപോലെ തന്നെ ക്രിസ്പിനെസ്സും കിട്ടാൻ വേണ്ടി സഹായിക്കും. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുക്കാം. എള്ളും രുചി കൂടാനും അതുപോലെ ക്രിസ്പി ആവാനും സഹായിക്കും. ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ട് അത് മുഴുവനായിട്ടും ചേർത്തിട്ടില്ല, കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട്. അത്രയാണ് ചേർത്ത് കൊടുത്തത്. ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നെയ്യ് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ആദ്യം ഇതുപോലെ കൈ ഉപയോഗിച്ചൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം വെള്ളം കുറച്ചായി ചേർത്ത് നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കാം. വെള്ളം കുറച്ചായി മാത്രം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ സാധാരണ വെള്ളമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് കുഴച്ചെടുക്കാനായിട്ട് എനിക്ക് 1/4 കപ്പ് വെള്ളമാണ് ആവശ്യമായിട്ട് വന്നത്. ഇതുപോലെ കൂട്ട് റെഡിയായി വന്നതിന് ശേഷം കൈയെടുക്കാതെ ഒരു 2 മിനിറ്റ് നേരം നല്ലപോലെ നീഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ കൂട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഈ ഒരു രീതിക്കുള്ള കൂട്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഒരല്പം സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ട് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതൊരു 10 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ആ ഒരു സമയത്ത് ഇതിൻ്റെ ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കാം. ഇതിൻ്റെ ഫില്ലിംഗ് നമ്മൾ അവൽ ഉപയോഗിച്ചാണ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കപ്പ് അവൽ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ വെളുത്ത മീഡിയം തിക്നെസ് ആയിട്ടുള്ള അവലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഇതുപോലെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഒരു 5 മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ അത് വെള്ളമൊക്കെ നല്ലപോലെ വലിച്ചെടുത്ത് നന്നായിട്ട് കുതിർന്ന് കിട്ടും. നമ്മളുടെ ഈ ഒരു മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് ആലു ഭുജിയയും കൂടി എടുത്തിട്ടുണ്ട്. ഇത് എല്ലായിടത്തും വാങ്ങാൻ കിട്ടുന്ന സാധനം തന്നെയാണ്. ഇത് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ മിക്സ്ചർ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇനി അതൊന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് രുചി കൂടാൻ വേണ്ടിയിട്ട് ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ മിക്സറിൻ്റെ ജാറിൽ 1/2 കപ്പ് ആലു ഭുജി ഇട്ടിട്ട് ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അവലിപ്പോൾ കുതിർക്കാൻ വെച്ചിട്ട് ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നോക്കൂ, വെള്ളമൊക്കെ നല്ലപോലെ വലിച്ചെടുത്ത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് കൈ ഉപയോഗിച്ച് ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒന്ന് നല്ലപോലെ തന്നെ ഉടച്ച് കിട്ടണം. ആ ഒരു രീതിക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഞാനിവിടെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ സാധാരണ ജീരകമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാദ്യം ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കുക. ഒരുപാട് കളർ മാറുന്നവരെയല്ല, ആ ഒരു ഉള്ളി ഒന്ന് ചെറുതായിട്ട് വാടി വരുന്നത് വരെ മാത്രമാണ് ആദ്യം ഞാനിവിടെ വഴറ്റി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഉള്ളിയുടെ കളർ ഒന്ന് ചെറുതായിട്ട് മാറി വന്നിട്ടുണ്ട്. ആ ഒരു സമയം ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണക്കം ഒന്ന് മാറി വന്ന് ഉള്ളിയുടെ കളർ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെയാണ് ഇത് വഴറ്റിയെടുക്കേണ്ടത്. ഇതിപ്പോൾ ആ ഒരു പാകത്തിനായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള മസാലകൾ ചേർക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. മസാലകളൊന്നും കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. ഈ ചേർത്ത് കൊടുത്തിരിക്കുന്ന മസാലകളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഇവിടെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് ഉടച്ചെടുത്ത് വെച്ചിരിക്കുന്ന അവലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ആ ഒരു മസാലയായിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ ഉടച്ച് തന്നെ യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു മാറ്റി വെച്ചിരിക്കുന്ന ആലു ഭുജിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ. കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ മിക്സ്ചർ ഉണ്ടെങ്കിൽ അതും പൊടിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഞാനിവിടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്.
ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ അളവിൻ്റെ അടുത്ത് മാത്രമേ ഉപ്പ് ചേർത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ചാട്ട് മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചാട്ട് മസാല കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങ നീര് ചേർത്താലും മതിയാകും. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ചേർത്ത് കൊടുത്ത ആലു ഭുജിയയിലും ഉപ്പുണ്ടാകും. അതും കൂടെ മനസ്സിൽ കണ്ടിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മളുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാലയാണിത്. ഈ ഒരു മസാല തയ്യാറാക്കിയെടുക്കുന്ന അത്രയും സമയമാണ് ഞാൻ ആ ഒരു ഗോതമ്പ് പൊടി റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചത്. ഇപ്പോൾ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് മാറ്റിയെടുക്കാം. മീഡിയം വലുപ്പത്തിലുള്ള 5 ഉരുളകളാണ് ഞാനിവിടെ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഇനി ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഉരുള എടുത്തിട്ട് അത് ഇതുപോലെ കയ്യിൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അരികുകൾ ഒന്ന് നേർത്ത് വരുന്ന രീതിക്ക് വേണം നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നടുഭാഗം ഒരുപാട് അമർത്തരുത്. ഇതുപോലെ ഒരു കുഴി പോലെ ആക്കി വന്നതിന് ശേഷം അതിൻ്റെ നടുഭാഗത്തേക്കായിട്ട് ആവശ്യത്തിന് ഫില്ലിംഗ് വെച്ച് കൊടുക്കുക. എന്നിട്ട് അത് അമർത്തി എല്ലാ ഭാഗവും നന്നായിട്ട് സീൽ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അരികുകൾ വേണം പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്, നടുഭാഗം പ്രസ് ചെയ്യരുത്. അപ്പോൾ എന്ന് വെച്ചാൽ അതിലൂടെ ഫില്ലിങ് പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇതുപോലെ നന്നായിട്ട് സീൽ ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതിനുശേഷം കൈ ഉപയോഗിച്ച് നടുഭാഗത്ത് നിന്നും അമർത്തി കൊടുക്കുക. അപ്പോൾ ഫില്ലിങ് എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ എത്താൻ വേണ്ടി സഹായിക്കും. ഇതുപോലെ ഒന്ന് അമർത്തി കൊടുത്തതിന് ശേഷം ഞാനിവിടെ ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുന്നുമുണ്ട്. പരത്തുമ്പോൾ ഒരുപാട് ബലം കൊടുത്ത് പരത്തരുത്, പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട്. ചെറുതായിട്ട് മാത്രം ഒന്ന് പരത്തി കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു രീതിക്ക് പരത്തിയും കൂടെ എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ പലഹാരം ഇവിടെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ തയ്യാറാക്കിയെടുക്കാം. അതിനുശേഷം ഇത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. എണ്ണ മീഡിയം ചൂടാകുമ്പോഴാണ് നമ്മളിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കേണ്ടത്. എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷമല്ല, മീഡിയം ചൂടായതിന് ശേഷം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് കുക്ക് ചെയ്യേണ്ടതും മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ അനക്കാൻ നിൽക്കണ്ട, അത് അതുപോലെ തന്നെ വയ്ക്കുക. കുറച്ച് സമയം കഴിയുമ്പോൾ അത് ഇതുപോലെ എണ്ണയുടെ മുകളിലേക്ക് പൊന്തി വരും. ആ ഒരു സമയം വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അതിന് ശേഷം മാത്രമാണ് മറിച്ചിട്ട് കൊടുക്കേണ്ടത്. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് എല്ലാ ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെയാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കളറാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് അവലും ഗോതമ്പ് പൊടിയൊക്കെ ഉപയോഗിച്ചുള്ള കച്ചോരിയാണ്. നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഒരു ഡിഷാണ്. പുറമേ നല്ല ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാകുക. ഉള്ളിലത്തെ ഫില്ലിങ് ഒരല്പം വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അത്യാവശ്യം എരിവും കാണും, ചെറിയ പുളിപ്പൊക്കെ കാണും. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. വൈകുന്നേരമൊക്കെ കഴിക്കാൻ വേണ്ടി പറ്റിയ നല്ലൊരു 4 മണി പലഹാരമാണ്. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക്സ് പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.